കടന്നുകയറ്റം ഉണ്ടാകാതെ എല്ലാ മതസ്ഥർക്കും ഒരേ നിയമം എന്നുള്ളതാണ് ഏക സിവിൽ കോഡിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. 4 ഭാഗങ്ങളുണ്ട് ഇതിൽ, ഓരോ ഭാഗത്തിനും 7 അധ്യായങ്ങൾ വീതം. ഒപ്പം ബഹുഭാരിത്വം പാടില്ല എന്ന് ഈ ബില്ലിൽ കർശന ശുപാർശയുണ്ട്. ഒപ്പം എല്ലാ മതവിഭാഗങ്ങളിലെയും വിവാഹപ്രായം പുരുഷന്മാർക്ക് കുറഞ്ഞത് 21 വയസ്സ്, സ്ത്രീകൾക്ക് 18 വയസ്സ് എന്നുള്ളതാണ്. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വിവാഹപ്രായമോ മറ്റോ ഇല്ല, അത് ഒരു ഏകീകൃതമായിട്ടുള്ള പ്രായമായിരിക്കും. ലിവിൻ ബന്ധങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലിവിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അനുവദിക്കൂ, അല്ലെങ്കിൽ തടവ് ശിക്ഷയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. പങ്കാളികളുടെ പ്രായം 21 വയസ്സിൽ താഴെയാണെങ്കിൽ അതിൽ രക്ഷിതാക്കളുടെ സമ്മതം വേണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. തെറ്റായ വിവരങ്ങൾ നൽകുകയോ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ ആണെങ്കിൽ 3 മാസം വരെ തടവും 25,000 രൂപ വരെ പിഴയും ഈടാക്കും. ഇങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരിൽ നിന്നുള്ളതാണ് ഈ നിയമത്തിന്റെ മറ്റൊരു ഭാഗം. ഏക സിവിൽ കോഡ് നമ്മുടെ ഉത്തരാഖണ്ഡിൽ പാസ്സാക്കിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ ഒരു സിവിൽ കോഡ് നിയമത്തിൽ എല്ലാവരും എടുത്തു പറയുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഒരു രജിസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ്. അത് കേട്ടപ്പോൾ നല്ലതായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് നല്ലതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും പറയുന്നത് കല്യാണമാക്കി കളഞ്ഞല്ലോ എന്നൊക്കെയാണ്. പക്ഷേ എനിക്കത് നല്ലതായിട്ട് തോന്നാൻ കാരണം വേറൊന്നുമല്ല, ഫേക്ക് പീഡന പരാതികൾ ഇല്ലാതാകും. അതായത് പല